ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മളൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിയുമ്പോൾ ഒരുപാട് വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനൊന്നും കാര്യമായിട്ടുള്ള വ്യൂസ് വന്നിട്ടുണ്ടാവില്ല. ഏത് ചാനൽ ചെക്ക് ചെയ്താലും ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ നന്നായിട്ട് ചെയ്ത വീഡിയോ ആയിരിക്കും. പക്ഷെ ആ സമയത്ത് സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും. നമ്മുടെ ചാനലിൽ ട്രാഫിക് കുറവായതുകൊണ്ട് തന്നെ വ്യൂസ് വരാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പൊ പലരും സംശയം ചോദിക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ ഈ ഒരു വീഡിയോസ് അതിൽ വെക്കണോ? അത് പ്രൈവറ്റ് ആക്കി വെക്കണോ? ഡിലീറ്റ് ചെയ്യണോ? അതല്ലെങ്കിൽ അതിന് വ്യൂസ് കൂട്ടാൻ വല്ല മാർഗമുണ്ടോ? പലരും ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെയൊക്കെ ചാനലിൽ ആ രീതിയിൽ വ്യൂസ് ഇല്ലാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളും ആലോചിക്കാറില്ലേ? ഇത് ഇനി എന്നെങ്കിലും ഇതിന് വ്യൂസ് കിട്ടുമോ? അതിന് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അതല്ല ഞങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്യുന്നതാണോ നല്ലത്? ഈ രീതിയിലൊക്കെ. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വ്യൂസ് കിട്ടാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതെന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് വ്യൂസ് കിട്ടുക, ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, നിങ്ങളുടെ ചാനലിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അതുപോലെ നമ്മുടെ ചാനലിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്ത വീഡിയോക്ക് വ്യൂസ് ഇല്ല. അത് ഡിലീറ്റ് ചെയ്യണോ? അതല്ലെങ്കിൽ അത് വ്യൂസ് കൂട്ടാൻ എന്ത് ചെയ്യണം? ഈ പിന്നീട് വ്യൂസ് കൂടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ ആദ്യത്തേത്, നമ്മൾ ഡിലീറ്റ് ചെയ്യണോ? ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിലേക്ക് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ ഈ വ്യൂസ് കുറഞ്ഞ വീഡിയോസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറയുമെന്ന് പലരും പേടിക്കാറുണ്ട്. അത്രയും വ്യൂസ് കുറഞ്ഞ വീഡിയോ കാണുമ്പോൾ ആള് നമ്മുടെ ചാനലിൽ നിന്ന് ഓടിപ്പോകുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇടുന്ന വീഡിയോക്ക് വ്യൂസ് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ വ്യൂസ് കുറഞ്ഞ വീഡിയോസ് ഇങ്ങനെ അതിനനുസരിച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റാങ്കിങ്ങിൽ വരാതിരിക്കാൻ ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു 30 വീഡിയോസ് തീരെ വ്യൂസ് ഇല്ലാന്ന് വരും, വ്യൂസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് 10-20 വ്യൂസ് വരുമ്പോൾ ഞാൻ പിറകിലേക്ക് പോയിട്ട് അതിങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ചാനൽ ഒരിക്കലും റീച്ച് ആവില്ല. അതിൻ്റെ ഒരു അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ കൊടുക്കുന്ന ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, രണ്ടാമത്തെ ചാനലിൽ കൊടുക്കുന്ന ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ യൂട്യൂബ് മനസ്സിലാക്കുന്നുണ്ട്. യൂട്യൂബ് അതിങ്ങനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചാനൽ ഏത് ടൈപ്പ് കണ്ടന്റ് ആണ്, എന്ത് കാറ്റഗറി ആണെന്ന് യൂട്യൂബ് സ്വയം ഐഡന്റിഫൈ ചെയ്തിട്ട് യൂട്യൂബ് ആ വീഡിയോ കുറെ പേരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു പ്രൊസീജിയർ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് റെഗുലറായിട്ട് ഇങ്ങനെ അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ചാനലിൽ ഞാൻ ആദ്യത്തെ ഒരു 30 വീഡിയോ ഇട്ടപ്പം എനിക്ക് വ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കറിയാം എൻ്റെ 31ാമത്തെ വീഡിയോ റീച്ച് ആകുന്നത് ഈ 30 വീഡിയോ, എനിക്ക് വ്യൂസ് ഇല്ലാത്ത ഈ 30 വീഡിയോയുടെ ഹെൽപ്പ് കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്കന്ന് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യായിരുന്നു. 0 വ്യൂസ്, 10 വ്യൂസ്, 20 വ്യൂസ് എനിക്ക് നാണക്കേടായിട്ട് തോന്നുമ്പോൾ നമ്മളത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലിന്റെ റാങ്കിങ് അവിടെ നഷ്ടപ്പെടുകയാണ്. അത് പിന്നീട് റീച്ച് ആവാനുള്ള സാധ്യത ഇല്ലാതാവുകയാണ്. അപ്പൊ പലരും എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കാതെ പല രീതിയിലും നമ്മൾ വ്യൂസ് കൂട്ടാനും ബാക്കി കാര്യങ്ങളിലേക്ക് ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറുക്കു വഴികൾ തേടിപ്പോകാതെ നമ്മുടെ ചാനൽ റാങ്കിങ്ങിലേക്ക് വരാൻ ഈ വീഡിയോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പൊ എൻ്റെ 30 വീഡിയോസിന് വ്യൂസ് കുറഞ്ഞത് എനിക്ക് നിരാശപ്പെടേണ്ട ഒരു കാര്യമല്ല. പകരം എൻ്റെ 31ാമത്തെ വീഡിയോ റീച്ച് ആക്കിയത് ഈ വ്യൂസ് ഇല്ലാത്ത 30 വീഡിയോ ആയിരുന്നു. കാരണം ആ 30 വീഡിയോ കൊണ്ടാണ് എൻ്റെ ചാനൽ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള കണ്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി 31ാമത്തെ വീഡിയോയിലേക്ക് റീച്ച് ആക്കാൻ ഹെൽപ്പ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു മരം, ആ മരം ഒരു 100 വെട്ട് വെട്ടിയാലാണ് മുറിയുക. അപ്പോൾ നമ്മൾ 99 ഒരാൾ വെട്ടി. അപ്പൊ ആ 99 വെട്ടിയിട്ട് അയാള് ക്ഷീണിച്ച് അവിടെ ഇരുന്നു. അപ്പൊ 100ാമത്തെ വെട്ട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒരൊറ്റ വെട്ടിയ ആ മരം വീഴും. അപ്പൊ നമ്മൾ എന്താണ് കരുതുക? ഒരാൾ വെട്ടിയ വെട്ട് അടിപൊളിയാണ്, കാരണം
ആള് വെട്ടിയതുകൊണ്ടാണ് മരം മുറിഞ്ഞത് എന്ന്. ആക്ച്വലി 99 വെട്ട് മറ്റേ വെട്ടുകാരൻ വെട്ടിയത് കൊണ്ട് മാത്രമാണ് അയാള് ആദ്യത്തെ അടിയിൽ അത് വീണത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് വ്യൂസ് ഇല്ലാത്ത ആ ഒരു പഴയ എൻ്റെ 30 വീഡിയോസാണ് എന്നെ എൻ്റെ 31ാമത്തെ വീഡിയോസ് ഹെൽപ്പ് ചെയ്യാൻ സഹായിച്ചത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു ന്യൂ യൂട്യൂബർ ആണ്, നിങ്ങളിങ്ങനെ ചാനൽ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങളിങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകരുത്. അത് നിങ്ങളുടെ ചാനൽ റീച്ച് കുറയാനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, എൻ്റെ ചാനലിൽ ഇപ്പോൾ അതിലൊന്നും വ്യൂസ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് അതിലേക്ക് വ്യൂസ് കൊണ്ടുവരാൻ കഴിയുക? ഈ രീതിയിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും. അത് പല രീതിയിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. യൂട്യൂബിൽ തന്നെ അതിന് ധാരാളം ഓപ്ഷൻസുകളുണ്ട്. അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ചാനലിലെ തന്നെ പഴയ വീഡിയോസും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങും. ഇത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില വീഡിയോസൊക്കെ ഇപ്പോഴും നമുക്ക് പണ്ടിട്ട വീഡിയോ ഇപ്പോൾ റീച്ചായി കിട്ടുന്നത് പലരും പറയാറുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പഴയ വീഡിയോക്ക് എങ്ങനെ നമുക്ക് ഇനി റീച്ച് കൂട്ടാൻ കഴിയും എന്നുള്ളത്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞു, ഇനി നമ്മുടെ വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പഴയ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്നുള്ളത്, നമുക്ക് എൻഡ് സ്ക്രീന്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എൻഡ് സ്ക്രീൻ ഉപയോഗിക്കാം. യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക് ടോപ്പ് വേർഷനിൽ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് വഴി ഇപ്പോൾ അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഡെസ്ക് ടോപ്പ് വേർഷൻ വഴി നമുക്ക് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇതുപോലെ എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോക്ക് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഏറ്റവും നല്ല പഴയ വീഡിയോസ് ഇവിടെ കൊടുന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ കാർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. കാർഡ്സ് ഈ എൻഡ് സ്ക്രീനിന്റെ തൊട്ട താഴെയാണ് കാർഡ്സ് എന്ന് കാണുന്നത്. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് പ്ലേ ലിസ്റ്റുകൾ ആഡ് ചെയ്യാൻ കഴിയും. പ്ലേ ലിസ്റ്റുകൾ തന്നെ നമുക്ക് കാർഡ്സിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ കമന്റിൽ നമുക്ക് നമ്മുടെ വീഡിയോന്റെ ലിങ്കുകൾ പിന്ന് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഉണ്ട്. കമ്മ്യൂണിറ്റി ടാബിലൂടെ നമുക്ക് നമ്മളെ പഴയ വീഡിയോസുകൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല ഒരു ഓപ്ഷനാണ് ഷോർട്സ്. നമുക്ക് ആ ഒരു ലോങ് വീഡിയോയിൽ നിന്ന് നമുക്ക് ഷോർട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ റീച്ച് ആക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ യൂട്യൂബിൽ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ റീച്ച് ആകുന്ന ആ ഒരു സമയം വരെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതുള്ളൂ. അത് റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിരിക്കും. അത് ഇപ്പോൾ റീച്ച് ആയിട്ടുള്ള ഏതൊരാളും അത് അനുഭവിച്ചറിഞ്ഞതാണ്. നിങ്ങൾക്കും ആ ഒരു അനുഭവം ഉടനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ പല രീതിയിൽ നമുക്ക് നമ്മുടെ ചാനൽ പഴയ വീഡിയോസ് വീണ്ടും നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചാനൽ തുടങ്ങിയ സമയമാണ്, പല മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടൈറ്റിൽ ശരിയായിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ കൊടുക്കുക. തംബ്നെയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള തംബ്നെയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇനി തംബ്നെയിൽ ചേഞ്ച് ചെയ്യണോ എന്നുള്ള രീതിയിൽ അത് തംബ്നെയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വീഡിയോന്റെ ഇടയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ, നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തംബ്നെയിൽ സഹിതം നിങ്ങൾക്കതൊന്ന് പ്രേക്ഷകരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വീഡിയോസ് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. ഈ രീതിയിലൊക്കെ നിങ്ങൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ ഒരു യൂട്യൂബിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. ഇതൊന്നും വലിയൊരു സംഭവങ്ങളല്ല. നമ്മൾ പറയുന്ന പോലെ രാത്രി 2 മണി 3 മണി വരെ ഉറക്കൊഴിച്ചിട്ട് ഗ്രൂപ്പുകളിലും അങ്ങനെ കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പ്ലേ ലിസ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ സബ് ഫോർ സബ് ചെയ്ത് അങ്ങനെയൊന്നും നിങ്ങൾ
പ്രവർത്തിച്ചിട്ട് ഒരു മുന്നോട്ട് പോകേണ്ട ഒരു സംഭവമല്ല യൂട്യൂബ്. വളരെ സിമ്പിളാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻസുകളൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പബ്ലിക് ആക്കുന്നതിന് മുന്നേ അൺലിസ്റ്റഡോ പ്രൈവറ്റോ ആയി ചെയ്ത് വെക്കേണ്ടതാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മളെ ഫോളോ ചെയ്തിട്ട് നേരിട്ട് സംസാരിക്കുന്നവരോടൊക്കെ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പിന്നീട് പിറകിലേക്ക് പോയിട്ട് നമ്മളിതൊന്നും എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചാനൽ റീച്ച് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശരിയായ ട്രാക്കിലൂടെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ പുറത്ത് കുറെ പെയിന്റ് അടിക്കുന്ന പോലെ പുറം മോടി നന്നാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കുറെ അവിടുന്ന് ഇവിടുന്നൊക്കെ വ്യൂസ് കൗണ്ട് കൂട്ടിയതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ കണ്ടെത്തിയിട്ട് പരിഹരിക്കേണ്ടതുണ്ട്. ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് പലരും റീച്ച് ആകാത്തത്. അപ്പം എന്തായാലും നിങ്ങളുടെ പഴയ വീഡിയോസിലൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.